ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ. അങ്ങനെ തരുൺ മൂർത്തിൻ്റെ സംവിധാനത്തിൽ രജപുത്ര രഞ്ജിത്തിൻ്റെ പ്രൊഡക്ഷനിൽ ലാലേട്ടനും ശോഭനയും കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അവതരിച്ചിരിക്കുന്ന നമ്മുടെ തുടരും സിനിമ കണ്ടിട്ട് വന്നിരിക്കുകയാണ്. സത്യം പറയാലോ ഫ്രണ്ട്സ്, ആദ്യം തന്നെ പറയട്ടെ, ആ സിനിമ കണ്ട് ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീലില്ലേ, ഒരു പെയിൻ ഉണ്ട് ഈ സിനിമക്ക് അതിൻ്റേതായ ഒരു ആത്മാവുണ്ട്. അടുത്ത കാലത്തൊന്നും കഴിഞ്ഞൊരു 10-15 വർഷത്തിൽ എഴുതിക്കോ, ഒരു 15 വർഷത്തിൽ ലാലേട്ടൻ ആസ് എൻ ആക്ടർ ഞാൻ ഇത്രയും പെർഫോം ചെയ്യുന്ന ഒരു സിനിമ കണ്ടിട്ടില്ല. ആദ്യം തൊട്ട് അവസാനം വരെ ഇത് ലാലേട്ടൻ്റെ മാജിക്കാണ്. ഐ സോ ദാറ്റ് ആക്ടർ കം ബാക്ക് എന്ന് പറയേണ്ടി വരും. ഈ ഒരു മനുഷ്യൻ്റെ ഇത്രയും ഒരു പെർഫോമൻസ് ഒപ്പിയെടുത്ത തരുൺ മൂർത്തിക്ക് തന്നെ ഹാറ്റ്സ് ഓഫ് കൊടുക്കണം. ആദ്യം തന്നെ ഇത്രയും നന്നായിട്ട് ലാലേട്ടനെ ഉപയോഗിച്ച ഒരു ഡയറക്ടറിനെ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. അൺഡൗട്ടഡ്ലി ദിസ് ഇസ് ദ ബെസ്റ്റ് മൂവി ഓഫ് മോഹൻലാൽ ആസ് എൻ ആക്ടർ ഇൻ ദ ലാസ്റ്റ് 15 years എന്ന് അടിവര ഇട്ടിട്ട് ഞാൻ പറയുന്നു. ഇതിനൊരു മറുക്കുറിപ്പ് പറയാൻ ആർക്കെങ്കിലും ഉണ്ടോ? ദൃശ്യം സിനിമ നമുക്കറിയാം, ദൃശ്യം വളരെ നോർമലായിട്ട് പോയിട്ടുള്ള ഒരു സിനിമയും അതിൻ്റെ അവസാന മുഹൂർത്തത്തിൽ ലാലേട്ടൻ്റെ ഈസ് ഓഫ് ആക്ടിങ് കൊണ്ട് നമ്മളെ എല്ലാം അതിശയപ്പെടുത്തിയ പീക്ക് ഓഫ് ആക്ടിങ് കാണിച്ചിട്ടുള്ളൊരു സിനിമയാണ്. പക്ഷേ ഈ സിനിമയിൽ ആദ്യം തൊട്ട് അവസാനം വരെ നമ്മുടെ ഗ്രിപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത്രയും ലോങ് സിനിമയാണ്, 2 മണിക്കൂർ 45 മിനിറ്റോളം ദൈർഘ്യമുള്ള സിനിമയായിട്ട് പോലും ഒരു സെക്കൻഡ് കൂടി ഞാൻ എൻ്റെ വാച്ച് നോക്കേണ്ട ഇടമുണ്ടായിട്ടില്ല ആ സിനിമ കാണുമ്പോൾ. അതാണ് ആ സിനിമയുടെ വിജയം. ഇതൊരു ആബ്സല്യൂട്ട്ലി സിനിമാറ്റിക് പാക്കേജ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. ദിസ് ഈസ് എ കംപ്ലീറ്റ് മൂവി. അങ്ങനെയുള്ളൊരു ഫീലാണ് നൽകിയിട്ടുള്ളത്. കേരളത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ഒരു മനുഷ്യൻ ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടാതിരിക്കില്ല. ഈ സിനിമ പല ലാംഗ്വേജിലോട്ടേക്കും അതുപോലെ തന്നെ റീമേക്ക് ആയിട്ട് പോകാനും ഉള്ള നല്ല ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അതൊക്കെ റീമേക്കായി പോകണം. അപ്പോഴാണ് ലാലേട്ടൻ എന്നുള്ള ഒരു ആക്ടറിൻ്റെ ഈ ഒരു മലയാളത്തിൽ വന്ന ഈ ഒരു ഒറിജിനൽ പ്രൊഡക്റ്റിൻ്റെ വെർത്ത് നമുക്ക് മനസ്സിലാവുക. ആബ്സല്യൂട്ട് ഗ്രേറ്റ്നെസ്. അത്രയും ഇതിൻ്റെ പ്രൊഡക്ഷൻ ക്വാളിറ്റി ഒരു സെക്കൻഡ് കൂടി ഒരു മോശമായിട്ട് അയ്യേ എന്ന് പറയാനുള്ള ഇടവരുത്തുന്ന ഒരു രംഗം കൂടി ഈ സിനിമയിൽ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന പോലീസ് ഓഫീസേഴ്സായിട്ട് അഭിനയിച്ചിരിക്കുന്ന ആൾക്കാർ, പ്രകാശ് വർമ്മ, നിർവാണ അഡ്വർടൈസിങ് ഏജൻസിയുടെ കോഫൗണ്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, ഗ്രേറ്റ് പെർഫോമൻസ്. അവരുടെ ഫസ്റ്റ് മൂവിയാണ്, ഇതുവരെ സിനിമയിലൊന്നും അഭിനയിക്കാനുള്ള ഇത് കാണിച്ചിട്ടില്ല. പക്ഷേ ആബ്സല്യൂട്ട്ലി സ്റ്റണ്ണിങ് ആൻഡ് ഗ്രേറ്റ് പെർഫോമൻസ്. അതായത് അതിൽ കണ്ട പോലെ ഉള്ള ഒരു ക്യാരക്ടറാണോ എന്ന് വരെ അത്രയൊരു വെറുപ്പ് നമുക്ക് തോന്നിപ്പോയി. ആ വെറുപ്പിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് ലാലേട്ടൻ്റെ വിജയവും നമ്മൾക്ക് ഈ സിനിമയിൽ കാണാൻ കഴിയുമ്പോൾ. നമുക്ക് ഓരോ കാര്യം ചെയ്യുമ്പോൾ അടിച്ച് ഇതാക്കെന്ന് തോന്നില്ലേ, അത് ആ ഒരു സ്ക്രീൻ പ്ലേയുടെ വിജയമാണ്. അതുപോലെ സുനിൽ RS ആണോ എനിക്ക് അറിയില്ല, സുനിൽ എന്നാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ. പുള്ളിയും തരുൺ മൂർത്തിയും കൂടിയാണ് എഴുതിയിരിക്കുന്നത്. ഗ്രേറ്റ്നെസ് ലാലേട്ടനെ ഉപയോഗിച്ച വ്യക്തമായിട്ട് മോഹൻലാലിൽ നിന്നുള്ള ഒരു ആക്ടറിൻ്റെ കയ്യൊപ്പ് പതിപ്പിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു ഡയറക്ടറിനെ കാണാൻ കഴിഞ്ഞതിൽ വലിയൊരു സന്തോഷമുണ്ട്. ഇവിടെ എമ്പുരാൻ കുമ്പുരാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കോമാളിത്തരം കാണിച്ചു വെച്ചിട്ട് മനുഷ്യന്മാരെ എല്ലാവരെയും ഡിസപ്പോയിൻറ്റഡ് ആക്കിയിട്ടുള്ള വേറെ കുറേ ഡയറക്ടേഴ്സ് ഉണ്ട്. തള്ളാൻ മാത്രം പറ്റും, തള്ളി മറിക്കാൻ. ഇതിപ്പോൾ OTTയിൽ ഇറങ്ങിയതിന് ശേഷം ആൾക്കാർ ട്രോൾ ചെയ്ത് മറിക്കുകയാണ്. ഇതുപോലെയുള്ള ഒറിജിനലായിട്ടുള്ള സിനിമകളാണ് മലയാളത്തിൻ്റെ സിനിമകൾ. മലയാളത്തിൻ്റേതായിട്ട് ലോകത്തിൻ്റെ മുമ്പിൽ കാഴ്ചവെക്കേണ്ട സിനിമകൾ ഇതൊക്കെയാണ്. അതുപോലെയുള്ളൊരു സിനിമ ഒരാളും ഈ സിനിമ കാണുന്നത് മിസ്സാക്കരുത്. ഗോ ആൻഡ് വാച്ച് ഇറ്റ് ഇൻ ദ തിയേറ്റേഴ്സ്. എക്സ്പീരിയൻസ് ഇറ്റ്. അതുപോലെയുള്ളൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് തരുന്നത്. പ്രത്യേകിച്ച് ഇതിൻ്റെ ആദ്യ ഭാഗങ്ങളിലും സംഭവങ്ങളിലൊക്കെ കുറേ ഇൻ്റർനെറ്റിലുള്ള സ്ലാങ്സ്, പുള്ളിയുടെ തന്നെ കുറേ സിനിമകളൊക്കെ ട്രോൾ ചെയ്തിട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് കുറച്ചൊന്ന് അധികമായി പോയോന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൊരു സംഭവം ഉണ്ട്. കാരണം ഇത് എന്താ പറയുക, ഒരു സിനിമയുടെ ഒരു നമ്മൾ അതിലോട്ടേക്ക് ഇറങ്ങിച്ചെല്ലില്ലേ, അതിൽ നിന്ന് ചെറുതായിട്ടൊന്ന് വിട്ടുപോകുന്ന പോലെ ആദ്യമൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫിന് ശേഷം അതങ്ങ് ഇതായി. ഈ ഒരു ക്യാരക്ടർ, ലാലേട്ടൻ്റെ ഈ ഒരു ക്യാരക്ടർ, ആ പേര്, കഥാപാത്രം ഓരോ ആൾക്കാരും മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്.
But there is only one superstar in this movie. There is only one great actor in this movie who is shouldering the whole movie. That man is the great Mohanlal. എവിടെയും പോയിട്ടില്ല. ഇതുപോലെ ഇന്ന് ഇത്രയും റെസ്ട്രിക്ഷൻസ്, മുഖത്തിന് താടി പഠിക്കാൻ പറ്റില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ പോലും ഈ മനുഷ്യൻ ഈ അഭിനയിച്ച് വെച്ചിരിക്കുന്ന ഈ സിനിമ ഇന്ത്യയിൽ ചെയ്യാൻ ആൾക്കാർ കുറച്ച് വേർക്കും, ഇതുപോലെ പെർഫോം ചെയ്യാൻ. സ്റ്റണ്ട്, ഗ്രേറ്റ് മൂവി, വളരെ ഹാപ്പിയാണ്. അത്രയും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് തന്നത്. ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും നല്ലൊരു സിനിമ കാണാൻ കഴിഞ്ഞാൽ. മോഹൻലാലിൻ്റെതായ ഒരു ഇത്രയും നല്ലൊരു സിനിമ അടുത്ത കാലത്തൊന്നും ഇതുപോലുള്ളൊരു ആക്ടിങ് പെർഫോമൻസിൽ വെയിറ്റേജ് കൊടുത്തിട്ടുള്ളൊരു സിനിമ കണ്ടതായിട്ട് ഓർക്കുന്നില്ല. ഈ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ഓൺ ബിലോ. ഇതുപോലെയുള്ള ഹോണസ്റ്റ് ആൻഡ് ജെന്യുവിൻ റിവ്യൂസ് നിങ്ങൾക്ക് ഇനിയും കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ. വിൽ കം വിത്ത് അനദർ വീഡിയോ നെക്സ്റ്റ് ടൈം. അണ്ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.